Hi guys, today we are going to discuss about balancing chapters from previous video and that is the framework. Okay, so നമ്മളെ യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വരെയാണ് നമ്മളുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കവർ ചെയ്തിട്ട് എൻഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് അല്ലേ. സോ ഇനി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ബിസിനസ് തുടങ്ങിയിട്ട് ആരാണത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ആരാണ് അതിൻ്റെ എൻഡ് യൂസർ എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി അല്ലേ. കമ്പനി ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആണ് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മളിങ്ങനെ ഒരു ആസ് എ ഓണർ നമ്മൾ കുറച്ച് ഫണ്ട് നമ്മുടെ കമ്പനിക്ക് കൊടുക്കുകയാണ്. ആ ഫണ്ട് വേറൊരു ഡയറക്ടറാണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് അല്ലേ, അല്ലെങ്കിൽ ആ ഫണ്ട് മാനേജ് ചെയ്യുന്നത് കമ്പനിയുടെ മാനേജേഴ്സാണ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സാണ്. സോ ഇവർ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മേ ബി മാനിപ്പുലേഷൻസോ കാര്യങ്ങളോ നടക്കാനുള്ള ചാൻസസ് ഉണ്ട് അല്ലേ. സോ അത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, കുറച്ചും കൂടി യൂസേഴ്സിന് ഇതൊരു അഷ്യൂറൻസ് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ട്രസ്റ്റ് വർത്തി ആയിരിക്കും, റൈറ്റ്. സോ അങ്ങനെ വരുന്ന സെറ്റ് ഓഫ് റൂൾസ് അല്ലെങ്കിൽ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഫ്രെയിം വർക്ക്, നിങ്ങൾ എങ്ങനെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഒരു ഫ്രെയിം വർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഫ്രെയിം വർക്ക്, ദി ഫ്രെയിം വർക്ക്. ക്ലിയർ? സോ ഇന്റർനാഷണൽ ISB എന്ന് പറയുന്നത് ഒരു റെഗുലേറ്ററി ബോഡി ആണെന്ന് മനസ്സിലാക്കുക. സോ ഒരു റെഗുലേറ്ററി ബോഡി എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയുന്ന ഗൈഡ് ലൈൻസ് ഒക്കെ പ്രകാരം നിങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ? ആൻഡ് ദി പർപ്പസ് ഓഫ് ഫ്രെയിം വർക്ക്, നമ്മൾ ഫ്രെയിം വർക്കിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പർപ്പസ് ഓഫ് ഫ്രെയിം വർക്ക്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, then qualitative characteristics of financial information, then definition and elements of financial statement, then some concepts, accrual and going concern concept എന്ന് പറയുന്ന കുറച്ച് കൺസെപ്റ്റുകൾ. സോ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു ഫ്രെയിം വർക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ മൂവിങ് ഓൺ ടു അവർ ഫസ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് പർപ്പസ് ഓഫ് ഫിനാൻഷ്യൽ ഫ്രെയിം വർക്ക്. എന്താണ് ഫിനാൻഷ്യൽ ഫ്രെയിം വർക്കിന്റെ പർപ്പസ്? ഫസ്റ്റ് പർപ്പസ് എന്ന് പറയുന്നത് ISBനെ അസിസ്റ്റ് ചെയ്യുക ടു ഡെവലപ്പ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. സോ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ട്രീറ്റ്മെന്റ്സിനും ഓരോ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ലെറ്റ്സ് സേ ഇപ്പോൾ ഒരു ഇൻവെന്ററി എന്ന് പറയുന്ന ഒരു അസറ്റ്, ഇത് ട്രീറ്റ് ചെയ്യണമെങ്കിൽ IAS2 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് സ്പെസിഫിക് ആയിട്ട് എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യണം, നമ്മളെങ്ങനെ മെഷർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുക. ദെൻ സെക്കൻഡ് വരുന്നത് ടു അസിസ്റ്റ് പ്രിപ്പയർ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ടു ഡെവലപ്പ് അക്കൗണ്ടിംഗ് പോളിസീസ് വെൻ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഡു നോട്ട് പ്രൊവൈഡ് സഫിഷ്യൻറ്റ് ഗൈഡൻസ്. വിച്ച് മീൻസ് ഇപ്പോൾ നമ്മൾ പുതിയൊരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടക്കുകയാണെന്ന് വിചാരിക്കുക. ലെറ്റ്സ് സേ ഒരു ക്രിപ്റ്റോ കറൻസി എന്നൊന്നും പറയുന്നത് നമ്മളുടെ എക്സിസ്റ്റിംഗ് ഫിനാൻഷ്യൽ സ്റ്റാൻഡേർഡിലൊന്നും പറയുന്നില്ല. ക്ലിയർ? സോ ഇങ്ങനെ ക്രിപ്റ്റോ കറൻസിയുടെ ഒരു ഫിനാൻഷ്യൽ ട്രീറ്റ്മെന്റ് വരുന്ന സമയത്ത് നമുക്ക് എന്തില്ല, സഫിഷ്യൻറ്റ് ഗൈഡൻസ് ഇല്ല, എക്സിസ്റ്റിംഗ് സ്റ്റാൻഡേർഡ് സഫിഷ്യൻറ്റ് ഗൈഡൻസ് നമുക്ക് തരുന്നില്ല. സോ അവിടെ നമ്മൾ അക്കൗണ്ടിങ് പോളിസീസ് യൂസ് ചെയ്തിട്ട് നമ്മൾ അതെങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ നോക്കും. സോ ഇതാണ് ഫ്രെയിം വർക്കിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ദെൻ ദി ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്, എന്തിനാണ് നമ്മൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ ആസ് എൻ ഓണർ നമ്മൾ പബ്ലിക്കാണ് ഓണേഴ്സ് അല്ലേ. ഇപ്പോൾ നമ്മളൊരു കമ്പനി നോക്കുകയാണെങ്കിൽ, ലെറ്റ്സ് സേ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി നോക്കുകയാണെങ്കിൽ പബ്ലിക് ആയിരിക്കും ഇതിൻ്റെ റിയൽ ഓണേഴ്സ് ഓർ ഷെയർ ഹോൾഡേഴ്സ് അല്ലേ. സോ ഈ ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ എന്ത് ചെയ്യാണ്, കമ്പനിക്ക് ഫണ്ട് കൊടുക്കുകയാണ്. കമ്പനിയുടെ ഡയറക്ടേഴ്സ് ആണ് അത് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. സോ ഇങ്ങനെ ഒരു കമ്പനിയുടെ ഡയറക്ടേഴ്സ് വേറൊരാളുടെ ഫണ്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ഒരു ഫ്രോഡോ അല്ലെങ്കിൽ മിസ്റെപ്രസെൻറ്റേഷനോ നടക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. So to provide financial information about the reporting entity to user of the financial statement that is useful in making decisions. So financial statement എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസേഴ്സിന് കറക്റ്റ് ഡിസിഷൻസ് മേക്ക് ചെയ്യണം അല്ലേ. ഇപ്പൊ ഞാൻ ഈ കമ്പനിയുടെ ഷെയർ ഞാനിപ്പോൾ ഓൺ ചെയ്യണോ, അതല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഷെയർസ് ഞാൻ സെല് ചെയ്യണോ എന്നുള്ളതൊക്കെ എനിക്ക് ഡിസിഷൻസ് മേക്ക് ചെയ്യണം അല്ലേ. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. Then the qualitative characteristics. So there are 6 types of qualitative characteristics.
ഫസ്റ്റ് വൺ ഈസ് റെലവൻറ്റ്, സെക്കൻഡ് വൺ ഈസ് ഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷൻ. സോ ഇതാണ് നമ്മളുടെ ഫണ്ടമെൻ്റൽ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്. ഫണ്ടമെൻ്റൽ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്, റെലവൻറ്റ് ആൻഡ് ഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷൻ. ദെൻ കമ്പാരബിലിറ്റി, വെരിഫയബിലിറ്റി, ടൈംലിനെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡബിലിറ്റി എന്ന് പറയുന്നത് എൻഹാൻസിങ് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നമ്മളൊരു ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് ആ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ക്വാളിറ്റേറ്റീവ് ആണ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന 6 ക്യാരക്ടറിസ്റ്റിക്സും അതിനുണ്ടായിരിക്കണം. സോ ഇനി നമുക്ക് എന്താണ് റെലവൻസ്, ഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷൻ, നമ്മളുടെ ഫണ്ടമെൻ്റൽ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്. സോ ഫണ്ടമെൻ്റൽ ഓക്കെ. സോ നമ്മളൊരു ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് ഇറ്റ് ഹാസ് ദി എബിലിറ്റി ടു ഇൻഫ്ലുവൻസ് ദി എക്കണോമിക് ഡിസിഷൻ ഓഫ് ഫിനാൻഷ്യൽ യൂസേഴ്സ്. നമ്മളൊരു ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അതിൽ ഒരു ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. സോ അതെന്തായിരിക്കണം, അതെൻ്റെ യൂസറിൻ്റെ ഫിനാൻഷ്യൽ ഡിസിഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസിന് വേണം എന്നുണ്ടെങ്കിൽ മാത്രമേ ഞാനത് കൊടുത്തിട്ട് കാര്യമുള്ളൂ അല്ലേ. ഇപ്പോൾ ഞാനൊരു 2 years മുന്നേ നടന്നിട്ടുള്ളൊരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഞാൻ ഇപ്പോൾ കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? എൻ്റെ യൂസറിൻ്റെ ഫിനാൻഷ്യൽ ഡിസിഷൻസിന് എന്തെങ്കിലും അതൊരു ചേഞ്ച് വരുത്തൂ? ഇല്ല അല്ലേ. ദെൻ ഈസ് പ്രൊവൈഡഡ് ഇൻ ടൈം ടു ഇൻഫ്ലുവൻസ് ദീസ് ഡിസിഷൻസ്. സോ ഇൻ ടൈമിൽ കൊടുക്കണം അല്ലേ, കറക്റ്റ് ടൈമിന് കൊടുക്കണം. ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഈസ് കാപ്പബിൾ ഓഫ് മേക്കിംഗ് ഡിസിഷൻസ്, different decisions if it has the predictive value and confirmatory value. So predictive value and confirmatory value ഉണ്ട്. നമുക്കൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് വിചാരിക്കാം. സോ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തുണ്ടാവും, പ്രിഡിക്റ്റീവ് വാല്യൂ ആൻഡ് കൺഫർമേറ്ററി വാല്യൂ ഉണ്ടാവും. പ്രിഡിക്റ്റീവ് വാല്യൂ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ enables users to evaluate assess past, present or future events. വിച്ച് മീൻസ് നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രിഡിക്റ്റീവ് ആണ്, വിച്ച് മീൻസ് ആ വാല്യൂ പ്രിഡിക്റ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എസ്റ്റിമേറ്റ്സ്, നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എസ്റ്റിമേറ്റ്സ് ഉണ്ടാവില്ലേ. ഇപ്പോൾ നമ്മുടെ ഡിപ്രീസിയേഷൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്ന ഡിപ്രീസിയേഷൻ, നമ്മളൊരു അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫിലേക്ക് അതിൻ്റെ വാല്യൂ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. സോ വിച്ച് മീൻസ് നമ്മളൊരു 10 വർഷം ഒരു അസറ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 10th ഇയറിൽ അതിൻ്റെ വാല്യൂ നമ്മൾ മേടിക്കുന്ന വാല്യൂ ഉണ്ടായില്ല അല്ലേ. സോ ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഈ ഒരു ടൈം പീരീഡിൽ നമുക്ക് എക്സ്പെൻസ് വരുന്നുണ്ട്. സോ ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡിൽ നമ്മളിത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. സോ പ്യൂർലി ഒരു എസ്റ്റിമേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. സോ അതിനെ നമ്മൾ പ്രിഡിക്റ്റീവ് വാല്യൂ എന്ന് പറയും. ദെൻ കൺഫർമേറ്ററി വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽപ്പ് യൂസേഴ്സ് ടു കൺഫേം ദി കറക്റ്റ് പാസ്റ്റ് ഇവാലുവേഷൻസ് ആൻഡ് അസസ്മെന്റ്. കറക്റ്റ് പാസ്റ്റ് ഇവാലുവേഷൻസ് വിച്ച് മീൻസ് നമ്മുടെ കഴിഞ്ഞ് പോയിട്ടുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, അതിനെയാണ് നമ്മൾ കൺഫർമേറ്ററി വാല്യൂ എന്ന് പറയുക. വിച്ച് മീൻസ് നമുക്കൊരു സെയിൽസ് നടന്നിട്ടുണ്ട് ഓർ നമുക്കൊരു എക്സ്പെൻസസ് നടന്നിട്ടുണ്ട്. സോ ഇതൊക്കെ പാസ്റ്റ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ആണ് അല്ലേ. സോ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് പ്രെഡിക്റ്റീവ് വാല്യൂ ഉണ്ട്, കൺഫർമേറ്ററി വാല്യൂ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ആൻഡ് ഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷൻ, ഇഫ് ഇൻഫർമേഷൻ ഈസ് ടു പ്രസന്റ് ഫെയ്ത്ത്ഫുള്ളി the transaction and other when that is purports to represent, they must be accounted for and presented in accordance with their substance and economic reality, not merely their legal form. സോ ഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ഓരോ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് കൊടുക്കും അല്ലേ. അസറ്റ് ഇത്രയാണ്, നമ്മുടെ ക്യാഷ് ഇത്രയാണ്, നമ്മൾക്ക് വരുന്ന ലാബിലിറ്റീസ് ഇത്രയാണ് എന്ന് പറഞ്ഞിട്ട് ഇൻഫർമേഷൻസ് കൊടുക്കും. ഇത് നമ്മൾ ഫെയ്ത്ത്ഫുള്ളി റെപ്രസെൻറ്റ് ചെയ്യണം. ഫെയ്ത്ത്ഫുള്ളി റെപ്രസെൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇറ്റ് മസ്റ്റ് ബി റെപ്രസെൻറ്റ് വിത്ത് എക്കണോമിക് റിയാലിറ്റി, നോട്ട് ലീഗൽ ഫോം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ നമ്മളൊരു റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ, ഓക്കെ, റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇൻ ലീഗൽ ഫോം നമുക്കൊരു നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുപോവുകയാണെങ്കിൽ ഇതൊരു ഇക്വിറ്റി നാച്ചറാണ് അല്ലേ. നമ്മളുടെ കമ്പനിക്ക് ഒരു തേർഡ് പാർട്ടി നമുക്ക് കുറച്ച് പ്രിഫറൻസ് ഷെയർസ് നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കാണ്. ലെറ്റ്സ് ഒരു 10 years കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് തിരിച്ചു കൊടുക്കണം അല്ലേ. സോ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നിയമത്തിൻ്റെ മുന്നിൽ ഇതെന്താണ്, ഇതൊരു ഇക്വിറ്റിയാണ്. സോ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, സോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ബാലൻസ് ഷീറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രാഫ്റ്റ് ചെയ്ത് തരാം. നമ്മൾ അസറ്റ്, then equity and liability. സോ ഇങ്ങനെ ആയിരിക്കും നമ്മളുടെ ഒരു ബാലൻസ് ഷീറ്റിൻ്റെ എലമെൻറ്റ്സ് വരിക. ഓക്കെ, സോ ഇത് നമ്മൾ ഒരു
എക്കണോമിക് റിയാലിറ്റി നോക്കുകയാണെങ്കിൽ നമ്മളിത് ലാബിലിറ്റിയിലെ കീഴിലാണ് വരിക. റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത് വിച്ച് മീൻസ് നമുക്കൊരു ലാബിലിറ്റി ആണ്. ഒരു 10 ഇയർ ഓർ 5 ഇയർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കണം അല്ലേ? ഒരു നിയമത്തിന്റെ മുന്നിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു ഇക്വിറ്റിയാണ്. സോ നമ്മൾ ഇവിടെയാണ് ഇത് റെക്കോർഡ് ചെയ്യേണ്ടത്, ഐ മീൻ പ്രസന്റ് ചെയ്യേണ്ടത് അല്ലേ? പക്ഷേ നമ്മൾ ഇവിടെ അല്ല ഇത് പ്രസന്റ് ചെയ്യുക. നമ്മൾ ലയബിലിറ്റിയുടെ കീഴിലാണ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ എന്നുള്ളത് പ്രസന്റ് ചെയ്ത് കൊടുക്കുക. സോ നമ്മളിവിടെ ചെയ്യുന്നത് അതിൻ്റെ ഒരു എക്കണോമിക് റിയാലിറ്റി ആണ് നമ്മൾ നോക്കുന്നത്, നോട്ട് മിയർലി ദെയർ ലീഗൽ ഫോം. ക്ലിയർ? ദെൻ ദിസ് ഈസ് നോൺ ആസ് സബ്സ്റ്റാൻസ് ഓവർ ഫോം. സോ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് സബ്സ്റ്റാൻസ് ഓവർ ഫോം. Clear? And to be a perfect faithful representation, it must be complete neutrality and free from error. So നമ്മളൊരു ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് ഇറ്റ് മസ്റ്റ് ബി കംപ്ലീറ്റ് ആയിരിക്കണം. ലെറ്റ്സ് സേ നമ്മളൊരു ക്യാഷ് എന്ന് പറഞ്ഞിട്ടൊരു അസറ്റിന്റെ വാല്യൂ കാണിക്കുകയാണ്. 10 crore നമുക്ക് എന്തുണ്ട്, നമ്മുടെ കയ്യിൽ ക്യാഷ് ബാലൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ 10 crore എന്ന് തന്നെ കാണിച്ചു കൊടുക്കണം. 9.5 crore ഒന്നും കാണിക്കാൻ പാടില്ല. ആൻഡ് ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺബയാസ്ഡ്, നമ്മൾ ബയാസ്ഡ് ഒന്നും ആവാൻ പാടില്ല. ആൻഡ് ഫ്രീ ഫ്രം എറർ, നമ്മൾ ഓഫ് കോഴ്സ് എറേഴ്സോ മിസ്റ്റേക്സോ ഒന്നും വരാൻ പാടില്ല. സോ ഇങ്ങനെ നമ്മൾ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ പ്രസന്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ് എൻഹാൻസിങ് ക്യാരക്ടറിസ്റ്റിക്സ്. എന്താണ് എൻഹാൻസിങ് ക്യാരക്ടറിസ്റ്റിക്സ്? നമുക്ക് 4 types ഓഫ് എൻഹാൻസിങ് ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത്. കമ്പാരബിലിറ്റി, വെരിഫയബിലിറ്റി, ടൈംലിനെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡബിലിറ്റി. ക്ലിയർ? സോ ഇതാണ് നമ്മളുടെ എൻഹാൻസിങ് ക്യാരക്ടറിസ്റ്റിക്സ്. സോ കമ്പാരബിലിറ്റി ആൻഡ് വെരിഫയബിലിറ്റി എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇറ്റ് മസ്റ്റ് ബി കമ്പയറബിൾ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നമ്മുടെ യൂസേഴ്സിന് ഇത് കമ്പയർ ചെയ്യാൻ പറ്റണം. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കമ്പയർ ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ റിലയൻസ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എടുക്കുകയാണ്. ഇറ്റ് മസ്റ്റ് ബി കമ്പയറബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ആ ഒരു സെയിം എൻറ്റിറ്റിയുടെ തന്നെ പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് ഇത് കമ്പയർ ചെയ്യാൻ പറ്റണം അല്ലേ? കമ്പയർ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ആൻ എൻറ്റിറ്റി ഓവർ ടൈം. കഴിഞ്ഞ വർഷത്തെ സെയിൽ ഇത്രയുണ്ട്, ഈ വർഷത്തെ സെയിൽ ഇത്രയുണ്ട് എന്ന് എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റണം. ആൻഡ് കമ്പയർ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി ഡിഫറെന്റ് എൻറ്റിറ്റീസ് ടു ഇവാലുവേറ്റ് ദിയർ ഫിനാൻഷ്യൽ പെർഫോമൻസ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ. അപ്പോൾ എൻ്റെ പ്രീവിയസ് ഇയർ മാത്രമായിട്ട് കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോൾ റിലയൻസ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റീനെ എനിക്ക് ലെറ്റ്സ് സേ നമ്മളുടെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്ന് പറയുന്ന വേറൊരു എൻറ്റിറ്റി ആയിട്ടും എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റണം. സെയിം ഇൻഡസ്ട്രിയിൽ വേറൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കമ്പയർ ചെയ്യാൻ പറ്റണം. സോ ഇതിനെയാണ് നമ്മൾ കമ്പയറബിലിറ്റി എന്ന് പറയാം. ആൻഡ് വെരിഫയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെരിഫിക്കേഷൻ ക്യാൻ ബി ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. വെരിഫിക്കേഷൻ ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആവാം. ഞാൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഞാൻ ഒരുപാട് ഇൻഫർമേഷൻസ് കൊടുക്കുന്നുണ്ടാവും. ഇറ്റ് മസ്റ്റ് ബി വെരിഫയബിൾ ഓർ വെരിഫയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്ത് കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻസ് വെരിഫൈഡ് ആയിരിക്കണം. എങ്ങനെയായിരിക്കും വെരിഫൈഡ് ആയിരിക്കുക? സോ ഡയറക്റ്റ് വെരിഫിക്കേഷനും ഇൻഡയറക്റ്റ് വെരിഫിക്കേഷനും ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്യാഷ് എന്ന് പറയുന്ന ഒരു അസറ്റ്, ആ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ കാണിച്ചിട്ടുള്ളത് വെരിഫൈഡ് ആണ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ് അത്? നമ്മൾ ആ ക്യാഷ് കൗണ്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ? സോ ദി ഡയറക്റ്റ് വെരിഫിക്കേഷൻ മീൻ വെരിഫൈങ് ആൻ എമൗണ്ട് ഓർ അതർ റെപ്രസെൻറ്റേഷൻ ത്രൂ ഡയറക്റ്റ് ഒബ്സർവേഷൻ. ഞാൻ ഡയറക്ട്ലി പോയിട്ട് അത് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇൻഡയറക്റ്റ് വെരിഫിക്കേഷൻ മീൻസ് checking the inputs to a model, formula, other techniques to recalculate the output using the same methodology. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അവിടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ഉണ്ടാവും അല്ലേ? ഇപ്പം ക്യാഷ് ഉണ്ടാവാം, ഡിപ്രീസിയേഷൻസ് ഉണ്ടാവും. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നേരിട്ട് പോയിട്ട് ഡയറക്റ്റ് ഒബ്സർവേഷൻ ചെയ്യാം അല്ലേ? അവിടെ ഉണ്ടോ, ഇത്രയും ഉണ്ടോ എന്നൊക്കെ കൗണ്ട് ചെയ്ത് നോക്കാം. പക്ഷേ ഡിപ്രീസിയേഷൻ ഓർ ഫിനാൻഷ്യൽ എസ്റ്റിമേറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് പോയിട്ട് നമുക്ക് നോക്കാൻ പറ്റും. ഡിപ്രീസിയേഷൻ എത്രയുണ്ട് എന്നുള്ളത് ഇല്ല. നമ്മൾ പ്യൂർലി റീകാൽക്കുലേറ്റ് ചെയ്യാം. എന്താണ് ഫോർമുലാസ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്, അത് കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്ത് നോക്കാം? റീകാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം അല്ലേ? സോ വെരിഫിക്കേഷൻ നമ്മൾ റീകാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്നതിനാണ് നമ്മൾ ഇൻഡയറക്റ്റ് വെരിഫിക്കേഷൻ എന്ന് പറയാം.
So 2 types of verification, direct and indirect. Clear? Then timeliness and understandability. ഇതാണ് നമ്മുടെ ലാസ്റ്റ് എൻഹാൻസിങ് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്. സോ ടൈംലിനെസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ റെലവൻസിൽ പറഞ്ഞ പോലെ തന്നെ ഓൺ ടൈമിന് കൊടുത്തിരിക്കണം. ടൈംലിനെസ് മീൻസ് ഹാവിങ് ഇൻഫർമേഷൻ അവൈലബിൾ ടു ഡിസിഷൻ മേക്കേഴ്സ് ഇൻ ടൈം ടു ബി കേപ്പബിൾ ഓഫ് ഇൻഫ്ലുവൻസിങ് ദർ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ അല്ലേ, നമ്മൾ ഒരു 10 വർഷം മുന്നേ നടന്നിട്ടുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഒന്നും നമ്മുടെ കറണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ കാണിച്ചു കൊടുത്തിട്ട് ഫിനാൻഷ്യൽ യൂസേഴ്സിന് പ്രത്യേകിച്ച് ഉപകാരമോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ദെൻ അണ്ടർസ്റ്റാൻഡബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി അണ്ടർസ്റ്റാൻഡബിൾ. സോ ഇറ്റ് ഡിപ്പെൻഡ് ഓൺ ദി യൂസർ അല്ലേ. ഞാനിപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തിട്ട് ഞാനൊരു യൂസർക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കാം. ഈ യൂസർ ഇത് നോക്കിയിട്ട് അയാൾക്ക് എന്തെങ്കിലും മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഹി മസ്റ്റ് ബി എഡ്യൂക്കേറ്റഡ് ഓർ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് റീഡ് ചെയ്യാനും അതിന്റെ എന്തൊക്കെയാണ് ഇവർ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാനും ഉള്ള കഴിവ് വേണം. ദെൻ അഫ്കോഴ്സ് നമ്മളിത് പ്രസന്റ് ചെയ്യുന്ന രീതിയും ഇരിക്കും. നമ്മൾ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആവും അല്ലേ. സോ ദി അണ്ടർസ്റ്റാൻഡബിലിറ്റി ഡിപ്പെൻഡ് ഓൺ ദി വേ ഇൻ വിച്ച് ഇൻഫർമേഷൻ ഈസ് പ്രസന്റഡ് ബൈ ദി കമ്പനി ആൻഡ് ദി കേപ്പബിലിറ്റി ഓഫ് യൂസർ. അപ്പോൾ കുറച്ചുകൂടി നല്ല ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂസറാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് കുറച്ചും കൂടി പെട്ടെന്ന് ഇത് അണ്ടർസ്റ്റാൻഡബിൾ ആവും അല്ലേ. സോ ഇത്രയാണ് നമ്മുടെ എൻഹാൻസിങ് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്. ദെൻ മൂവിങ് ഓൺ ടു അവർ എലമെന്റ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. സോ എലമെന്റ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാകുന്ന എലമെന്റ്സ്, നമുക്ക് 2 types ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് മേജർ ആയിട്ടുള്ളത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ഓർ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെ. ഫിനാൻഷ്യൽ പൊസിഷനിൽ നമ്മൾ കാണിക്കുന്ന എലമെന്റ്സ് ആണ് അസറ്റ്സ്, ലയബിലിറ്റി, ഇക്വിറ്റി. ദെൻ പ്രോഫിറ്റ് ഓർ ലോസിലാണ് നമ്മളുടെ ഇൻകം, എക്സ്പെൻസ് ഒക്കെ നമ്മൾ കാണിക്കുക. ക്ലിയർ? സോ എന്താണ് ഇൻകം, എന്താണ് എക്സ്പെൻസ്, എന്താണ് ലയബിലിറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, എലമെന്റ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിലുള്ള എലമെന്റ്സ്. സോ 3 types ആണ്. അസറ്റ് ഉണ്ട്, ലയബിലിറ്റി ഉണ്ട്, ഇക്വിറ്റി ഉണ്ട്. ഈ 3 ഫിനാൻഷ്യൽ എലമെന്റ്സ് ആണ് നമ്മൾ ഫിനാൻഷ്യൽ പൊസിഷനിൽ കാണിക്കുക. എന്താണ് ഒരു അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അസറ്റ് ഈസ് എ പ്രസന്റ് എക്കണോമിക് റിസോഴ്സ് കൺട്രോൾഡ് ബൈ ദി എൻറ്റിറ്റി ആസ് എ റിസൾട്ട് ഓഫ് പാസ്റ്റ് ഇവന്റ്. ഇപ്പൊ എൻ്റെ എൻറ്റിറ്റിയുടെ കയ്യിൽ ഒരു പ്രസന്റ് എക്കണോമിക് റിസോഴ്സ് ഉണ്ട് വിച്ച് ഈസ് കൺട്രോൾഡ് ബൈ ദി എൻറ്റിറ്റി. എൻ്റെ എൻറ്റിറ്റി ആണ് അത് കൺട്രോൾ ചെയ്യുന്നത്. ലെറ്റ്സ് സേ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാണ് എന്നുണ്ടെങ്കിൽ, എൻ്റെ എൻറ്റിറ്റിയുടെ കയ്യിൽ എന്തുണ്ട്, ഒരു കാറുണ്ട് അല്ലേ. ആ കാറ് പ്രോപ്പർലി കൺട്രോൾ ചെയ്യുന്നത് എൻ്റെ എൻറ്റിറ്റി തന്നെയാണ്. സോ റെന്റിന് എടുത്ത കാറ് നമുക്ക് അസറ്റായിട്ട് കാണിക്കാൻ പറ്റുമോ? പ്യൂർലി ഒരു 2 days ഞാൻ റെന്റിന് എടുത്തിട്ടുണ്ട് ഒരു കാറ്, അത് അസറ്റായിട്ട് കാണിക്കാൻ പറ്റുമോ? കാണിക്കാൻ പറ്റില്ല. ബിക്കോസ് ആ ഒരു അസറ്റിന്റെ ഒരു എക്കണോമിക് റിസോഴ്സിന്റെ കൺട്രോള് എൻ്റെ എൻറ്റിറ്റിയുടെ കയ്യിലല്ല. ക്ലിയർ? ദെൻ that is called liability. എന്താണ് liability എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, a present obligation of the entity to transfer economic resources as a result of past event. സോ എൻ്റെ എൻറ്റിറ്റിക്ക് ഇപ്പോൾ ഒരു പ്രസന്റ് ഒബ്ലിഗേഷൻ ഉണ്ട്. സോ നമ്മൾ അസറ്റ് നോക്കിയ സമയത്ത് പ്രസന്റ് എക്കണോമിക് റിസോഴ്സ് ആയിരുന്നു, ഇവിടെ വരുന്നത് പ്രസന്റ് ഒബ്ലിഗേഷൻ ആണ് ഓഫ് ദി എൻറ്റിറ്റി ടു ട്രാൻസ്ഫർ എക്കണോമിക് റിസോഴ്സസ് ആസ് എ റിസൾട്ട് ഓഫ് പാസ്റ്റ് ഇവന്റ്. വിച്ച് മീൻസ് ഞാനൊരു ലോൺ എടുത്തിട്ടുണ്ട്, എൻ്റെ എൻറ്റിറ്റി ഒരു ബാങ്ക് ലോൺ എടുത്തിട്ടുണ്ട്. ഈ ലോൺ എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ബിസിനസ് ആ പൈസ തിരിച്ചു കൊടുക്കാൻ അല്ലെ, എക്കണോമിക് റിസോഴ്സ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ലയബിലിറ്റി ഓർ ഒബ്ലിഗേഷൻ ഇപ്പോൾ എൻ്റെ എൻറ്റിറ്റിക്ക് ഉണ്ട്. ക്ലിയർ? ആൻഡ് വാട്ട് ഈസ് കോൾഡ് ഇക്വിറ്റി. സോ ഇക്വിറ്റി നമ്മൾ പറയുന്നതിനായിട്ട് മുന്നേ നമുക്ക് ഒരു കുഞ്ഞൊരു ഇക്വേഷൻ പഠിക്കാണ്ട്. സോ എന്താണ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, the resource owned by the entity is equal to the resource owned by the entity, which means എൻ്റെ ബിസിനസിൻ്റെ കയ്യിൽ ഒരു ലാൻഡ് ഉണ്ട് എന്ന് വിചാരിക്കുക. വിച്ച് മീൻസ് അസറ്റ് ഓൺഡ് അല്ലേ ബൈ ദി എൻറ്റിറ്റി.
10,000 ആണ് എന്നുണ്ടെങ്കിൽ ദി റിസോഴ്സ് ഓസ് ബൈ ദി എൻറ്റിറ്റി, എൻ്റെ എൻറ്റിറ്റി 10,000 ആർക്കെങ്കിലും കൊടുക്കാൻ ഉണ്ടായിരിക്കും. ക്ലിയർ? വിച്ച് മീൻസ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരം ബിസിനസ് വേറെയാണ്, ഓണർ വേറെയാണ് അല്ലേ. സോ ബിസിനസ്സിന് ഒരു പൈസ കിട്ടിയിട്ടുണ്ട്, ലെറ്റ്സ് സേ ഒരു ഓണർ ഒരു ക്യാപിറ്റൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത ആർക്കുണ്ട്? എൻറ്റിറ്റിക്ക് ഉണ്ട്. ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആണ് അല്ലേ. സോ ഇങ്ങനെ പറയുന്ന സമയത്ത് എൻ്റെ എൻറ്റിറ്റി ഒരു ലാൻഡ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ ലാൻഡിന് പൈസ വേണ്ടേ? മേടിക്കാനായിട്ട് പൈസ വേണം അല്ലേ. സോ അത് ഞാൻ എൻ്റെ ഓണറുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. വിച്ച് മീൻസ് ഓസ് ബൈ ദി എൻറ്റിറ്റി അല്ലേ. സോ ദി റിസോഴ്സ് ഓൺ ദി ബൈ ദി എൻറ്റിറ്റി ഈസ് ഈക്വൽ ടു ദി റിസോഴ്സ് ഓസ് ബൈ ദി എൻറ്റിറ്റി. ഇത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു ഇക്വേഷനിലേക്ക് മാറ്റാം. സോ റിസോഴ്സ് ഓൺ ബൈ ദി എൻറ്റിറ്റി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസെറ്റ് അല്ലേ. സോ ലെറ്റ് മീ show in this different color. So asset is equal to liability plus equity. So എൻ്റെ കമ്പനിയുടെ കയ്യിൽ ഒരു അസറ്റ് ഉണ്ടെങ്കിൽ കമ്പനി അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ലാബിലിറ്റിയോ ഇക്വിറ്റിയോ കൊടുക്കാനുണ്ടായിരിക്കും. ക്ലിയർ? സോ ഇക്വിറ്റി എന്താണെന്ന് നോക്കുന്നുണ്ടെങ്കിൽ ദി റെസിജ്വൽ ഇൻട്രസ്റ്റ് ഇൻ ദി അസറ്റ് ഓഫ് ദി എൻറ്റിറ്റി ആഫ്റ്റർ ഡിഡക്ടിങ് ഓൾ ലാബിലിറ്റി. വിച്ച് മീൻസ് ലെറ്റ്സ് സേ എൻ്റെ എൻറ്റിറ്റിയുടെ കയ്യിൽ ഒരു അസറ്റ് ഉണ്ട്, 12 crore ഒരു ലാൻഡ് ഉണ്ട്. സോ എൻ്റെ എൻറ്റിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ലോൺ എടുത്തിട്ടുണ്ട് ഈ ലാൻഡ് മേടിക്കാനായിട്ട്. ഒരു 10 crore ലോൺ എടുത്തിട്ടുണ്ട്. ക്ലിയർ? സോ ബാക്കിയുള്ള പൈസ എവിടെ നിന്ന് വന്നായിരിക്കും? എൻ്റെ ഓണർ തന്നായിരിക്കും അല്ലേ. സോ ഓണർ തന്നിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അത് നമുക്ക് എന്താണ്? ഇക്വിറ്റിയാണ്. ക്ലിയർ? സോ 2 crore എൻ്റെ ഓണർ തന്നിട്ടുണ്ട്, 10 crore ഐ മീൻ ആസ് എ ബിസിനസ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഞാനൊരു ലോൺ എടുത്തിട്ടുണ്ട്. സോ അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്? 12 crore ഒരു ലാൻഡ് മേടിച്ചിട്ടുള്ളത്. ക്ലിയർ? സോ റെസിജ്വൽ വാല്യൂ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസെറ്റ് ഓഫ് ദി എൻറ്റിറ്റി മൈനസ് ഓൾ ലാബിലിറ്റി. നമുക്ക് നോക്കാം. അസെറ്റിൽ നിന്ന് ലാബിലിറ്റി മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇക്വിറ്റി കിട്ടുന്നുണ്ടോ നോക്കാം. സോ അസെറ്റ് ഇവിടെ 12 ആണ്, ലാബിലിറ്റി എത്രയാണ്? 10 ആണ് അല്ലേ. സോ 2 എൻ്റെ ഇക്വിറ്റി ആണ്. ക്ലിയർ? സോ ഇതാണ് ഇക്വിറ്റിയുടെ ഡെഫിനിഷൻ വരുന്നത്. ദെൻ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളിത് എന്ത് ചെയ്ത് കൊടുക്കണം? നമ്മൾ ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ ഉണ്ടാക്കുകയാണ്. ഞാൻ അസറ്റ് ഉണ്ട്, അതേപോലെ ഇക്വിറ്റി ഉണ്ട്, ലാബിലിറ്റി ഉണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ ഉണ്ടാക്കുന്ന സമയത്ത് ഇന്ന ഫിനാൻഷ്യൽ എലമെൻറ്റ്സ് കാണിച്ചു കൊടുക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അസറ്റ് കാണിക്കുകയാണെങ്കിൽ എത്രയാണ് നോൺ കറണ്ട് അസറ്റ്, എത്രയാണ് കറണ്ട് അസറ്റ് എന്നുള്ളത് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. എന്താണ് നോൺ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ an tangible or intangible asset acquired on a long term basis which means more than 12 months. ഞാൻ എൻ്റെ എൻറ്റിറ്റി 12 months കൂടുതലായിട്ട് യൂസ് ചെയ്യാനായിട്ട് ഒരു അസറ്റ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ നോൺ കറണ്ട് അസറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുക. ഓർ നോട്ട് ഫോർ സെയിൽ ഇൻ ദി നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്. ഇപ്പോൾ ഞാനൊരു റിയൽ എസ്റ്റേറ്റ് ആണ് നടത്തുന്നതെന്ന് ചോദിക്കുക. ഞാൻ ലാൻഡ് മേടിച്ചിട്ടുണ്ട്. ഓഫ്കോഴ്സ് ലാൻഡൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്ന് മേടിച്ചിട്ട് നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലൊന്നും സെയിൽ ചെയ്യുന്ന പോലെ നാളെ സെയിൽ ചെയ്യില്ല അല്ലേ. നമ്മൾ മേ ബി ഒരു 1.5 year or 2 years ഒക്കെ നമ്മൾ കീപ്പ് ചെയ്യും, അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ആവാൻ വേണ്ടിയിട്ട്. സോ അതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നോൺ കറണ്ട് അസറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അത് നമ്മുടെ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ് ആണ്. നമുക്ക് റിയൽ എസ്റ്റേറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നോൺ കറണ്ട് അസറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അതർ ബിസിനസ്സിനൊക്കെ നമുക്ക് ലാൻഡ് മേടിക്കുന്നുണ്ടെങ്കിൽ നോൺ കറണ്ട് അസറ്റിൽ തന്നെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. ആൻഡ് കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയലൈസ്, സോൾഡ് ഓർ കൺസ്യൂമഡ് വിത്തിൻ ദി നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ. എൻ്റെ എൻറ്റിറ്റിയുടെ നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിളിൽ ഞാൻ യൂസ് ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് ഗുഡ്സ് മേടിച്ചിട്ടുണ്ട്. ഞാനൊരു പ്രൊഡക്ഷൻ കമ്പനിയാണെന്ന് വിചാരിക്കും, ഒരു ടയർ മാനുഫാക്ചറിങ് കമ്പനി. ഞാൻ മോളിക്യൂൾസ് മേടിച്ചിട്ടുണ്ട്, റബ്ബർ മോളിക്യൂൾസ് അറിയുന്ന വിചാരിക്കുന്നു. സോ റബ്ബർ മോളിക്യൂൾസ് ഞാൻ പ്രൊഡക്ഷൻ ചെയ്തിട്ടാണ് ഞാൻ ടയേഴ്സ് ഉണ്ടാക്കുക അല്ലേ. സോ നമ്മളതെന്ത് ചെയ്യും? നമ്മളുടെ ഇൻവെൻട്രി ആയിട്ട് നോൺ കറണ്ട് അസറ്റിൽ റെക്കോർഡ് ചെയ്യും. ദെൻ വാട്ട് ഈസ് കോൾഡ് ലാബിലിറ്റീസ്. എന്താണ് ലാബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസന്റ് ഒബ്ലിഗേഷൻ അല്ലേ. എൻ്റെ എൻറ്റിറ്റിക്ക് ഒരു പ്രസന്റ് ഒബ്ലിഗേഷൻ ഉണ്ട്, ഇത്രയും എമൗണ്ട് കൊടുക്കാനായിട്ട്.
സോ നമ്മൾ ഈ നോൺ കറണ്ട് ലയബിലിറ്റിയും കറണ്ട് ലയബിലിറ്റിയും നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഞാൻ നോൺ കറണ്ട് അസെറ്റ് എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് നമ്മളുടെ നോൺ കറണ്ട് ലയബിലിറ്റിയുടെ ഡെഫിനിഷൻ ആയിട്ട് വരുന്നത്. ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞത് പേയ്മെന്റ് ക്യാൻ ബി ഡെഫേർഡ് അൺകണ്ടീഷണലി ഫോർ മോർ ദാൻ 12 മന്തിൽ കൂടുതലായിട്ട്, വിച്ച് മീൻസ് ഞാൻ ഒരു ലയബിലിറ്റി കൊടുക്കാണ്ട് എൻ്റെ റിപ്പോർട്ടിംഗ് ഡേറ്റ് കഴിഞ്ഞിട്ട് 12 മന്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ഞാൻ ഈ പേയ്മെന്റ് കൊടുക്കേണ്ടത് ആവശ്യമുള്ളൂ. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നോൺ കറണ്ട് ലയബിലിറ്റി ആയിട്ട് റെക്കോർഡ് ചെയ്യും. ആൻഡ് കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് ടു ബി സെറ്റിൽഡ് വിത്തിൻ ദി നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഈസ് ഡ്യൂ ടു ബി സെറ്റിൽഡ് വിത്തിൻ ദി 12 മന്ത് ആഫ്റ്റർ ദി റിപ്പോർട്ടിംഗ് ഡേറ്റ്. സോ എൻ്റെ റിപ്പോർട്ടിംഗ് ഡേറ്റ് കഴിഞ്ഞു, വിത്തിൻ 12 മന്ത് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ കഴിയുന്നതിനുള്ളിൽ എന്ത് ചെയ്യേണ്ടി വരും, ഞാൻ ഈ ഒരു ലയബിലിറ്റി സെറ്റ് ഓഫ് ചെയ്യേണ്ടി വരും. അത് നമ്മൾ കറണ്ട് ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യും. ദെൻ എലമെന്റ്സ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്, നമ്മളുടെ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്ന എലമെന്റ്സ്. സോ ഇൻകം ആൻഡ് എക്സ്പെൻസസ്, ദിസ് കൺസിസ്റ്റ് ഓഫ് ഇൻക്രീസ് ഇൻ അസെറ്റ്. സോ ഇങ്ങനെ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് കൺസിസ്റ്റ് ഓഫ് ഇൻക്രീസ് ഇൻ അസെറ്റ്, ഡിക്രീസ് ഇൻ ലയബിലിറ്റി ദാറ്റ് റിസൾട്ട് ഇൻ ഇൻക്രീസ് ഇൻ ഇക്വിറ്റി. സോ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, വിച്ച് മീൻസ് ഒരു പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്, ഒരു നമുക്ക് റവന്യൂ ഉണ്ടാവും, ദെൻ എക്സ്പെൻസ് ഉണ്ടാവും. ഇത് രണ്ടുമാണ് നമ്മൾ കാണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റവന്യൂ മീൻസ് ഇൻകം, ദെൻ എക്സ്പെൻസ് അല്ലേ. സോ ഞാൻ റവന്യൂ ആയിട്ട് ഒരു എമൗണ്ട് ഇവിടെ കാണിക്കണം, ഒരു $1000 ഇവിടെ കാണിക്കണം എന്നുണ്ടെങ്കിൽ ദിസ് ഇൻക്രീസ് ഇൻ അസെറ്റ്. ഇപ്പോൾ ഞാനൊരു സെയിൽ ചെയ്യാണ് എന്ന് വിചാരിക്കുക. സോ നമുക്ക് എന്തായിരിക്കും എൻട്രി വരുന്നുണ്ടാവുക, ക്യാഷ് ഡെബിറ്റ്. സോ എൻ്റെ ക്യാഷ് കൂടി അല്ല, ഇൻക്രീസ് ഇൻ അസെറ്റ് ആൻഡ് ഞാൻ പറഞ്ഞുതരാം, ദാറ്റ് റിസൾട്ട് ഇൻ ഇൻക്രീസ് ഇൻ ഇക്വിറ്റി. സോ ഇങ്ങനെ ഒരു റവന്യൂ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് എൻ്റെ പ്രോഫിറ്റിൽ അത് റിഫ്ലക്റ്റ് ആവും, ഒരു എമൗണ്ട് റിഫ്ലക്റ്റ് ആവും. സോ പ്രോഫിറ്റ് നമുക്ക് എങ്ങോട്ടുള്ളതാണ്, നമ്മളുടെ ഓണേഴ്സിനുള്ളതാണ്, വിച്ച് മീൻസ് നമുക്ക് ഇക്വിറ്റിയിൽ ഇൻക്രീസ് ആവും അല്ലേ. സോ അങ്ങനെ വരുന്ന ട്രാൻസാക്ഷൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് നമ്മളുടെ ഇൻകം ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ എക്സ്പെൻസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് കൺസിസ്റ്റ് ഓഫ് ഡിക്രീസ് ഇൻ അസെറ്റ്. റിമൂവ് ദിസ്. സോ ഒരു ജേണൽ എൻട്രി നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിക്രീസ് ഇൻ അസെറ്റ്, ഞാനൊരു എക്സ്പെൻസ് ഉണ്ടാക്കുകയാണ് എന്ന് വിചാരിക്കുക, ടീ എക്സ്പെൻസ്. ഞാനൊരു ചായ കുടിക്കുകയാണ്, എൻ്റെ എൻറ്റിറ്റിയിൽ ഒരു എല്ലാ സ്റ്റാഫിനും ചായ കൊടുക്കുന്നുണ്ട്. ടീ എക്സ്പെൻസ് നമ്മൾ ഡെബിറ്റാണ് ചെയ്യുക. സോ വാട്ട് ഈസ് ഡെബിറ്റ്, വാട്ട് ഈസ് ക്രെഡിറ്റ് എന്നൊക്കെ നമുക്ക് നോക്കാം. നമ്മളിത് കഴിഞ്ഞ പാടെ തന്നെ നമ്മൾ അത് ചെയ്യുന്നുണ്ട്, എന്താണ് ഡെബിറ്റ് എന്താണ് ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ. സോ നിങ്ങൾക്കൊന്നും കൂടി ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ടീ എക്സ്പെൻസ്, നമ്മൾ എക്സ്പെൻസ് വരികയാണെങ്കിൽ നമ്മൾ ഡെബിറ്റാണ് ചെയ്യുക. ദെൻ നമുക്ക് എന്ത് വരും, നമ്മൾ ക്യാഷ് കൊടുക്കണം, ക്യാഷ് ക്രെഡിറ്റ് ചെയ്യും. സോ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിച്ച് ഡിക്രീസ് ഇൻ അസെറ്റ് അല്ലേ, എൻ്റെ എൻറ്റിറ്റിയുടെ അസെറ്റ് ഡിക്രീസ് ചെയ്തു. ആൻഡ് ദാറ്റ് റിസൾട്ട് ഇൻ ഡിക്രീസ് ഇൻ ഇക്വിറ്റി. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു എക്സ്പെൻസ് എനിക്ക് വന്നു എന്ന് വിചാരിക്കുക 500. അപ്പോൾ ഈ 500 എൻ്റെ പ്രോഫിറ്റിൽ ഡിക്രീസ് ആവും അല്ലേ. ഓട്ടോമാറ്റിക്കലി എൻ്റെ ഇക്വിറ്റി എന്ന് പറയുന്നത് എന്താവും, കുറയും. ക്ലിയർ. സോ ഇതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ, പ്യൂർലി ഡെഫിനിഷൻസ് ആണ്. നമ്മൾ ട്രീറ്റ്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടി ക്ലിയർ ആക്കാം. ദെൻ ദി കോമ്പോണൻസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും. കാണാത്തവർ പ്രീവിയസ് വീഡിയോ പോയിട്ട് കാണാം. ഫിനാൻഷ്യൽ പൊസിഷൻ, പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ആൻഡ് കോംപ്രഹെൻസീവ് ഇൻകം. സോ കോംപ്രഹെൻസീവ് ഇൻകം എന്താണെന്നുള്ളത് നമുക്ക് നോക്കണം. നമ്മളിത് കഴിഞ്ഞതിന് ശേഷം ഒരു റിയൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ചു തരുന്നുണ്ട്. സോ ഞാൻ ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഫിനാൻഷ്യൽ പൊസിഷൻ ഉണ്ടാവുക, എങ്ങനെയാണ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ഉണ്ടാവുക എന്നുള്ളതൊക്കെ. ദെൻ ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ ആൻഡ് നോട്ട്സ് ടു അക്കൗണ്ട്സ്. സോ ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സിനും ഓരോ പർപ്പസ് ഉണ്ട്. നമ്മളുടെ എൻറ്റിറ്റിയുടെ അസെറ്റ്, ലയബിലിറ്റി ആൻഡ് ഇക്വിറ്റി ആണ് നമ്മൾ ഇതിൽ കാണിക്കുക. ദെൻ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിൽ പ്യൂർലി റവന്യൂ ആൻഡ് എക്സ്പെൻസ് ഓർ ഇൻകം ഓർ എക്സ്പെൻസ്. ദെൻ ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കമ്പനിയുടെ ഇക്വിറ്റി ഒരു ഓപ്പണിങ്ങിൽ ഇത്രയായിരുന്നു, ഒരു വർഷത്തെ പ്രോഫിറ്റ് ഞങ്ങൾക്ക് ഇത്ര കിട്ടിയിട്ടുണ്ട്. സോ അത് ഞങ്ങളെ ഓണേഴ്സിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എൻഡിൽ ഞങ്ങൾക്ക് ഇത്രയാണ് ഇക്വിറ്റിയിൽ ചേഞ്ച് വന്നിട്ടുള്ളത് എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കും.
സിമ്പിളാണ്, അത്ര കോംപ്ലിക്കേഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. വിച്ച് മീൻസ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയുമെന്നുണ്ടെങ്കിൽ. ദെൻ ദി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ. സോ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് ഒരു എൻറ്റിറ്റിയുടെ ഒരു ബിസിനസ്സിനെ വെച്ച് നോക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. നമുക്ക് ഒരുപാട് റവന്യൂ കാര്യങ്ങളും ഉണ്ടായിട്ട് കാര്യമില്ല അല്ലേ, നമുക്ക് ക്യാഷ് ഫ്ലോ വേണം. വിച്ച് മീൻസ് റവന്യൂ ഉണ്ടായിട്ട് കാര്യമില്ല, ക്യാഷ് ഫ്ലോ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാർ എന്താണ് പറയുന്നതെന്ന് വിചാരിക്കരുത്. നമ്മൾ ഒരുപാട് ക്രെഡിറ്റ് സെയിലാണ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക, നമ്മൾ ഒരുപാട് കടം കൊടുക്കുന്നുണ്ട്, നമ്മളുടെ എൻറ്റിറ്റി ഒരുപാട് കടം കൊടുത്തു, നമുക്ക് ക്യാഷ് ഒന്നും കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക. വിച്ച് മീൻസ് ക്യാഷ് ഫ്ലോ നെഗറ്റീവാണ്. നെഗറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ എൻറ്റിറ്റിക്ക് പിന്നെ സാലറി കൊടുക്കേണ്ടി വരും, അതർ എക്സ്പെൻസസ് ഉണ്ടാവും, ഇതിനൊക്കെ ക്യാഷ് നീഡ്സ് ഉണ്ട് അല്ലേ. പ്രോഫിറ്റ് ഉണ്ടായിട്ട് കാര്യമില്ല, നമുക്ക് എന്ത് വേണം, ക്യാഷ് വേണം. സോ ഇങ്ങനെയുള്ള ക്യാഷ് ഫ്ലോ ഉണ്ടോ ഇല്ലയോ, എങ്ങനെയാണ് നമുക്ക് ക്യാഷ് ജനറേറ്റ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ നോക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ. നോട്ട്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. സോ ഇത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ട് ഓരോ ട്രീറ്റ്മെൻറ്റും നമ്മൾ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. നമുക്ക് നോക്കാം എന്താണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് നോട്ട്സ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. സോ മൂവിങ് ഓൺ ടു ഒരു പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിൽ ഒരു പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് എന്താണ്, ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആൻഡ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. ഈ 3 സ്റ്റേറ്റ്മെൻറ്റും നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. ഇതാണ് നമുക്ക് ഇനീഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓഫ് കോഴ്സ് നമ്മളെ ക്യാഷ് ഫ്ലോ നോട്ട്സ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളതല്ല, പക്ഷേ നമ്മളുടെ ചാപ്റ്ററിൽ നോക്കുന്ന സമയത്ത് നമ്മളുടെ ഈ F3 എന്നുള്ളത് നോക്കുന്ന സമയത്ത് നമ്മളുടെ ഇനീഷ്യൽ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു 3 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഇത് എവിടെയാണ് റിഫ്ലക്റ്റ് ആവുക എന്നുള്ളത്, നമുക്ക് ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ വരുന്ന സമയത്ത് ഇത് ഇവിടെയാണ് റിഫ്ലക്റ്റ് ആവുക, എൻ്റെ ബാലൻസ് ഷീറ്റിലാണ് ഇത് റിഫ്ലക്റ്റ് ചെയ്യുക, എൻ്റെ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിലാണ് ഇത് റിഫ്ലക്റ്റ് ചെയ്യുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന 3 എലമെൻറ്റ്സ് ആണ്. അസെറ്റ്. സോ ഇത് ഒരു പേജിൽ ഒതുങ്ങില്ല, അതുകൊണ്ടാണ് ഞാൻ 2 പേജസ് ആയിട്ട് ചെയ്തിട്ടുള്ള. ലയബിലിറ്റി ആൻഡ് ഇക്വിറ്റി അല്ലേ. സോ ലയബിലിറ്റി, ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി. സോ അസെറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോൺ കറണ്ട് അസെറ്റ് ആയിട്ടും കറണ്ട് അസെറ്റ് ആയിട്ടും ക്ലാസിഫൈ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കണം. നോൺ കറണ്ട് അസെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർ ദാൻ 12 മന്തിൽ നമ്മൾ എന്ത് ചെയ്യും, ഹോൾഡ് ചെയ്യും അല്ലേ. ദെൻ വിത്തിൻ 12 മന്തിൻ്റെ ഉള്ളിൽ നമ്മളിത് ലിക്വിഡേറ്റ് ആക്കും, അല്ലെങ്കിൽ നമ്മളെ ചിലവായി പോകും അല്ലേ. സോ അങ്ങനത്തെ അസെറ്റ്സിനെയാണ് നമ്മൾ കറണ്ട് അസെറ്റ് എന്ന് പറയുക. ഇൻവെൻട്രി, ട്രേഡ് റിസീവബിൾസ്, ക്യാഷ് ഇൻ ഹാൻഡ് എന്നുള്ളതൊക്കെയാണ് നമ്മളുടെ കറണ്ട് അസെറ്റിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുക. ഓക്കെ. സോ ഇതിൻ്റെ ടോട്ടൽ എത്ര വന്നു, 1,10,700. ലെറ്റ് മീ റൈറ്റ് ദിസ് ഹിയർ. Asset is equal to 1,10,700 അല്ലേ. നമ്മൾ നോൺ കറണ്ട് അസെറ്റ് നോക്കി ആൻഡ് കറണ്ട് അസെറ്റ് നോക്കിയ സമയത്ത് നമുക്ക് ഇത്രയാണ് ബാലൻസ് വന്നിട്ടുള്ളത്. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഇക്വിറ്റി പ്ലസ് ലയബിലിറ്റി. ഇത് രണ്ടും കൂടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അസെറ്റ് ഈക്വൽ ആയിട്ട് വരും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെയാണ് വരുന്നത് ഇല്ലേ എന്നുള്ളത് നമുക്ക് നോക്കാം. സോ എൻ്റെ കമ്പനിയുടെ ഇക്വിറ്റി നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ കമ്പനിക്ക് ഒരു 4,000-ൻ്റെ ഇക്വിറ്റി ഞാൻ എൻ്റെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. ആൻഡ് ഷെയർ പ്രീമിയം എന്ന് പറയുന്നത് എത്രയാണ്, വിച്ച് മീൻസ് നോമിനൽ വാല്യൂവിനെക്കാട്ടും കൂടുതലായിട്ടൊരു ഷെയർ വിറ്റിട്ടുണ്ട്. ഷെയർ ഒരു പ്രീമിയത്തിനാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ റീവാലുവേഷൻ സർപ്ലസ് വിച്ച് മീൻസ് ഒരു അസെറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, റീവാല്യൂ ചെയ്തിട്ടുണ്ട്. സോ റിവാലുവേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു ലാൻഡ് മേടിച്ചു എന്ന് വിചാരിക്കുക. ലാൻഡ് മേടിച്ചു, ഒരു 10 വർഷം മുന്നേ ഞാൻ ലാൻഡ് മേടിച്ചു. ഈ ലാൻഡ് ഒരു 10 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷ്യം ഒരു 1 crore റുപ്പിക്ക് ഞാൻ ലാൻഡ് മേടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ലാൻഡിൻ്റെ വാല്യൂ എത്ര ആയിട്ടുണ്ടാവും, മേ ബി ഒരു 10 crore ആയിട്ടുണ്ടാവും. സോ ഒരു റീവാലുവേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സർപ്ലസ് ഉണ്ടാവുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ സർപ്ലസ് എത്രയാണോ വരുന്നത് ആ ഒരു എമൗണ്ട് നമ്മളിവിടെ കാണിച്ചു കൊടുക്കും. ദെൻ റീറ്റെയിൻഡ് ഏണിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പ്രീവിയസ് പ്രോഫിറ്റ് ഒന്നും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക, നമ്മുടെ ഓണേഴ്സിന് കൊടുത്തിട്ടില്ല, നമ്മൾ എൻറ്റിറ്റി തന്നെയാണ് കീപ്പ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ കറണ്ട് ഇയറിൻ്റെ പ്രോഫിറ്റും കൊടുത്തിട്ടില്ല. സോ ഇതൊക്കെ നമ്മൾ റീറ്റെയിൻ ഏണിങ്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. സോ ഇതെല്ലാം നമ്മളുടെ ഓണേഴ്സിനുള്ളതാണ്. അറ്റ് ദി എൻഡ് നമ്മളുടെ ഓണേഴ്സിൻ്റെ പൈസയാണ്. സോ അതൊക്കെ നമ്മളുടെ ഇക്വിറ്റിയിൽ കാണിക്കും അല്ലേ. സോ 90,650 വന്നു.
then നമ്മളുടെ നോൺ കറണ്ട് അസെറ്റ് ആൻഡ് നോൺ കറണ്ട് ലാബിലിറ്റി ആൻഡ് കറണ്ട് ലാബിലിറ്റി നമ്മൾ റീക്ലാസിഫൈ ചെയ്ത് കാണിച്ചു കൊടുത്തു. മോർ ദാൻ 12 months കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇത് കൊടുത്താൽ മതി. ഓർ വിത്തിൻ 12 months ഉള്ളിൽ നമ്മളത് കൊടുക്കേണ്ടി വരും. ട്രേഡ് പേബിൾ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഇൻകം ടാക്സ് ലാബിലിറ്റി ആൻഡ് ഇൻട്രസ്റ്റ് അക്രൂഡ്. സോ ഇതൊക്കെ നമ്മളുടെ കറണ്ട് ലാബിലിറ്റിയാണ്. ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇൻകം ടാക്സ് ലാബിലിറ്റി. ഇൻകം ടാക്സ് ലാബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞു എന്ന് വിചാരിക്കുക. ലെറ്റ്സ് ഞാനൊരു ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞു, എനിക്കൊരു $10,000 പ്രോഫിറ്റ് ഉണ്ടായി. സോ ഈ $10,000 മുകളിൽ ഞാനൊരു 30% എന്ത് ചെയ്യാണ്, ഇൻകം ടാക്സ് കൊടുക്കണം. വിച്ച് മീൻസ് $3,000 ഞാൻ എന്ത് ചെയ്യണം, ഇൻകം ടാക്സ് കൊടുക്കണം. സോ ഇൻകം ടാക്സ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഞാനത് കൊടുത്തിട്ടില്ല. നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ ഒരു ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരും. വിച്ച് മീൻസ് നമുക്കിതൊരു കറണ്ട് ലാബിലിറ്റി ആണ് അല്ലേ. സോ ഇത് നമ്മൾ എന്ത് ചെയ്യും, കറണ്ട് ലാബിലിറ്റി ആയിട്ട് നമ്മളുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനിൽ എഴുതും. നമുക്കിത് നോക്കാം, നമ്മളുടെ കറണ്ട് ഇയർ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിൻ്റെ സെയിം ആണോ നമ്മളുടെ ഇൻകം ടാക്സ് ലാബിലിറ്റി വന്നിട്ടുള്ളത് നോക്കാം. സോ യു ക്യാൻ കൺഫേം ദിസ്. ദെൻ ഇൻട്രസ്റ്റ് അക്രൂവൽ, നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കാണ്ട്, നമ്മളിവിടെ ഒരു നോൺ കറണ്ട് ലാബിലിറ്റി ഉണ്ടായിരുന്നു അല്ലേ. സോ അതിൻ്റെ മുകളിൽ ഒരു ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട് 300 വിച്ച് മേ ബി പേബിൾ വിത്തിൻ 12 months. സോ അത് എല്ലാം കൂടി കൂട്ടിയ സമയത്ത് നമുക്കൊരു 10,050 വന്നിട്ടുണ്ടായിരുന്നു. സോ 9,650 പ്ലസ് 20,050 is equal to 10,700 അല്ലേ. സോ അസെറ്റ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റി പ്ലസ് ലാബിലിറ്റി. ക്ലിയർ? ദെൻ എന്താണ് നമ്മളൊരു പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്, എങ്ങനെയാണ് നമ്മളൊരു പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ആൻഡ് അതർ കോംപ്രഹെൻസീവ് ഇൻകം. സോ നമുക്ക് വേണമെങ്കിൽ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് മാത്രം ചെയ്യാം. സോ ഇതാണ് നമ്മൾ, ഇത്രയും വരെയാണ് നമ്മുടെ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് വരുന്നത്. ക്ലിയർ? ഇതിന് താഴെ വരുന്നത് നമ്മളുടെ അതർ കോംപ്രഹെൻസീവ് ഇൻകം ആണ്. നമുക്ക് 2 typesൽ നമുക്കിത് പ്രസന്റ് ചെയ്യാം. ഒരെണ്ണം വന്നിട്ട് നമുക്ക് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് എന്ന് മാത്രം കൊടുക്കാം, ആൻഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അതർ കോംപ്രഹെൻസീവ് ഇൻകം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പോർഷൻ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ആൻഡ് അതർ കോംപ്രഹെൻസീവ് ഇൻകം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻ ടോട്ടലായിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കും. ഏത് വേണമെങ്കിലും എൻറ്റിറ്റിക്ക് സെലക്ട് ചെയ്യാം. ദെൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റവന്യൂ ആൻഡ് എക്സ്പെൻസസ് ആണ് നമ്മളുടെ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് വരിക അല്ലേ. റവന്യൂ, ദെൻ കോസ്റ്റ് ഓഫ് സെയിൽ, റവന്യൂ നമ്മൾ $1,20,000 സെയിൽ നടത്തിയിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് സെയിൽ, ഈ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ മാത്രം നമുക്ക് ഇത്ര കോസ്റ്റ് വന്നിട്ടുണ്ട്. വിച്ച് ഈസ് നമ്മൾ ഇത്രയും പർച്ചേസ് ചെയ്തിട്ടുണ്ട് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ്, ഇത്രയും ഡയറക്റ്റ് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. 72,500 നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ആയിട്ട് 47,500 നമ്മൾ ജനറേറ്റ് ചെയ്തു. ദെൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഒക്കെ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാണിക്കും. 10,000 and 50,650 ഇൻ ടോട്ടൽ നമുക്ക് 26,000 and something. ദെൻ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആയിട്ട് 21,150 കിട്ടി അല്ലേ. 47,500 മൈനസ് 10,700 and 50,650 ചെയ്ത സമയത്ത് 21,150. സോ ഇതിൽ നിന്ന് നമുക്ക് ഫിനാൻസ് കോസ്റ്റ് വന്നു അല്ലേ. നമുക്കൊരു ലോൺ ഉണ്ടായിരുന്നു, 6% ബാങ്ക് ലോൺ, 10,000ൻ്റെ 6% ബാങ്ക് ലോൺ അല്ലേ, 600. നമുക്കൊരു ഫിനാൻസ് കോസ്റ്റ് വന്നു. ദെൻ പ്രോഫിറ്റ് ബിഫോർ, സോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ക്യാൻ ബി കോൾഡ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, PBIT. Then profit before tax, PBT. Okay, so 20,550 നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആയിട്ട് കിട്ടി. അതിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ മുകളിൽ ലെറ്റ്സ് ഒരു പെർസെൻറ്റേജ് ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു മേ ബി ഒരു
6 വരുന്ന സമയത്ത് ഒരു 30%. Let's assume this as 30%. So 30%. So 600 നമുക്ക് എന്ത് വന്നു? നമുക്ക് ഇൻകം ടാക്സ് എക്സ്പെൻസ് വന്നു അല്ലേ? സോ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കറണ്ട് ഇയർ ഇൻകം ടാക്സ് എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഇയറിനെ നമ്മൾ കൊടുക്കില്ല, നെക്സ്റ്റ് ഇയറിലാണ് കൊടുക്കുക അല്ലേ? നമ്മളെല്ലാവരും ടാക്സ് അങ്ങനെ തന്നെ അടക്കുക. പ്രീവിയസ് ഇയറിൻ്റെ ടാക്സ് നമ്മൾ ഈ വർഷമാണ് അടക്കുക, വിച്ച് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് കറണ്ട് ലയബിലിറ്റി അല്ലേ? നമുക്ക് കറണ്ട് ലയബിലിറ്റി ആയിട്ട് നമുക്ക് ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ കാണിക്കണം. ഇപ്പോൾ ടാക്സ് കാണിച്ചു, ഇത് തന്നെയാണ് നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിൽ വന്നിട്ടുള്ള ടാക്സ് തന്നെയാണ് നമ്മളെ ബാലൻസ് ഷീറ്റിൽ വന്നിട്ടുള്ളത് എന്ന് നോക്കാം. 600 അല്ലേ? 600 ആണ് വന്നിട്ടുള്ളത്. സോ അങ്ങനെ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സിൽ നിന്ന് ഇൻട്രസ്റ്റും അതേപോലെ നമ്മൾ ടാക്സും മൈനസ് ചെയ്ത സമയത്ത് പ്രോഫിറ്റ് ഫോർ ദി ഇയർ കിട്ടി. ദെൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു റിവാലുവേഷൻ, അസറ്റ് റിവാല്യൂ ചെയ്തു അല്ലേ? അസറ്റ് റിവാല്യൂ ചെയ്തത് ഇങ്ങനെ റിവാലുവേഷൻ എല്ലാം നമ്മളെവിടെ കാണിക്കും? റിവാലുവേഷൻ സർപ്ലസ് എന്ന് പറഞ്ഞിട്ട് അതർ കോംപ്രഹെൻസീവ് ഇൻകത്തിൽ കാണിച്ചു കൊടുക്കും. സോ ഒരു ക്വിക്ക് ലുക്ക് വേ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സോ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യം ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ ഒന്ന് മനസ്സിലാക്കിയെടുക്കണം. ഇങ്ങനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത്. സോ വിച്ച് ഈസ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ നിങ്ങളുടെ നോട്ട്സിൽ ഇതിൻ്റെ ഒരു കോപ്പി നിങ്ങൾ എഴുതിയെടുക്കുക. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി വളരെ ബേസിക്കാണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഷെയർ പ്രീമിയം, റിവാലുവേഷൻ സർപ്ലസ്, റീറ്റെയിൻഡ് ഏർണിങ്സ്. ഈ ഹെഡിങ് ഒക്കെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടതായിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സോ ഇത് നമ്മളുടെ ബാലൻസ് ഷീറ്റിലെ ഈ ഒരു പോർഷൻ അല്ലേ? ഈ ഒരു പോർഷനാണ് നമുക്ക് വന്നിട്ടുള്ള 40,000, 2,000, 500, 4,350 അല്ലേ? സോ ഇതാണ് നമ്മളുടെ ഈ ഫിഗേഴ്സ്. സോ ഇതിൻ്റെ ഒരു ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് ഷെയർ ക്യാപിറ്റലിന് ഈ വർഷം ഓപ്പണിങ്ങിൽ ഇത്രയായിരുന്നു ബാലൻസ്. അതിനോടുകൂടി നമ്മൾ ഈ ഒരു വർഷത്തെ പ്രോഫിറ്റ് ആഡ് ചെയ്ത് കൊടുത്തു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ റീറ്റെയിൻഡ് ഏർണിങ്സിലാണ് പ്രോഫിറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. സോ മുന്നത്തെ വർഷത്തെ അൺഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റ് ആയിട്ട് ഇത്ര ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ കറണ്ട് ഇയറിൻ്റെ പ്രോഫിറ്റ് കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ദെൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിൽ നിന്ന് ഓണേഴ്സിന് ഒരു ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ ഡിവിഡൻഡും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ദെൻ റിവാലുവേഷൻ ഫോർ ദി ഇയർ, റിവാലുവേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ റിവാലുവേഷൻ സർപ്ലസിൽ നമ്മളിത് ആഡ് ചെയ്യും. ദെൻ ഇഷ്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ, നമ്മൾ പുതിയ ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ടോട്ടൽ 40,000, 2,000, 5,000 ആൻഡ് 4,3,650. ക്ലിയർ? ഇത് തന്നെയാണ് നമ്മളുടെ ഇക്വിറ്റിയിൽ വന്നിട്ടുള്ള ബാലൻസസും. ഹോപ്പ് യു ഓൾ ക്ലിയർ. വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ ഇത്രയും കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം, അക്കൗണ്ടിങ് കൺസെപ്റ്റ്. സോ നമുക്ക് കുറച്ച് ബേസിക് അക്കൗണ്ടിങ് കൺസെപ്റ്റുകളുണ്ട്. മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ ആൻഡ് സബ്സ്റ്റൻസ് ഓവർ ഫോം, ബിസിനസ് എൻറ്റിറ്റി ഒക്കെ ചെറുതായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദെൻ ഗോയിങ് കൺസേൺ, അസംഷൻ, അക്രൂവൽ, പ്രൂഡൻസ് ആൻഡ് കൺസിസ്റ്റൻസി. സോ ഇത്രയും കൺസെപ്റ്റ്സ് ആണ് നമുക്കുള്ളത്. ദെൻ ഫസ്റ്റ് വൺ ഈസ് മെറ്റീരിയാലിറ്റി. എന്താണ് മെറ്റീരിയാലിറ്റി? നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് നമ്മൾ മുന്നേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാകാൻ പാടില്ല, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫെയർലി പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എന്താണ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്? സോ എ മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എൻ ഐറ്റം റിഗാർഡിംഗ് ആസ് എ മെറ്റീരിയൽ ഇഫ് ഇറ്റ് ഈസ് ഒമിഷൻ ഓർ misstatement is likely to change the perception or understanding of the users of that information. സോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ക്യാഷ് എന്ന് പറയുന്ന ഫിഗർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനിൽ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് $10,01 എന്നുള്ളത് ഞാൻ റൗണ്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു? ഒരു 10 lakh എന്ന് എഴുതി.
എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഞാൻ ഇങ്ങനെയാണ് കാണിച്ചത്. സോ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫിനാൻഷ്യൽ യൂസർ ഇത് നോക്കുന്ന സമയത്ത് അവർക്ക് അതൊരു വലിയൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നില്ല അല്ലേ. അവരുടെ ഫിനാൻഷ്യൽ ഡിസിഷൻസിനെ ചേഞ്ച് ചെയ്യാൻ മാത്രമുള്ള ഒരു ചേഞ്ചോ എററോ മിസ്റ്റേറ്റ്മെൻറ്റോ ഒന്നും അല്ല ഇത് വന്നിട്ടുള്ളത് അല്ലേ. നേരെ മറിച്ച് ഈ 10 lakhന് പകരം ഞാൻ 10 lakh അല്ല ഒരു 9 lakh ആണ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിലോ, വിച്ച് ഈസ് മെറ്റീരിയൽ അല്ലേ. എൻ്റെ യൂസർക്ക് മനസ്സിലാവും എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഞാൻ ആക്ച്വൽ ഫിഗേഴ്സ് ഒന്നും ഇല്ല എന്നുള്ളതൊക്കെ മനസ്സിലാവും അല്ലേ. സോ എൻ്റെ യൂസേഴ്സിൻ്റെ ഫിനാൻഷ്യൽ ഡിസിഷൻസിൽ ചേഞ്ചസ് വരാം. സോ ഇതാണ് മെറ്റീരിയാലിറ്റി എന്ന് പറയുന്നത്. they may make inappropriate decision based upon the misstated information, and it requires directors to consider reliability of the financial statement for decision making purpose by the users. So ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയറക്ടേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഈ കാര്യങ്ങളൊക്കെ ഫെയർലി പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ അല്ലേ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫെയർലി പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ഡയറക്ടേഴ്സിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. സോ അങ്ങനെ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് വരാണ്ടിരിക്കുക എന്നുള്ളത് ഡയറക്ടേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. ദെൻ അക്കൗണ്ടിങ് കൺസെപ്റ്റിൽ നമ്മൾ സബ്സ്റ്റാൻസ് ഓവർ ഫോം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇഫ് ഇൻഫർമേഷൻ ഈസ് ടു ബി പ്രസൻറ്റ് ഫെയ്ത്ത്ഫുള്ളി ദി എക്കണോമിക് റിയാലിറ്റി മസ്റ്റ് ബി അക്കൗണ്ടഡ് ആൻഡ് നോട്ട് ജസ്റ്റ് സ്ട്രിക്റ്റ് ലീഗൽ ഫോം. നമ്മൾ ആ ഒരു റിഡീമബിൾ പ്രിഫറൻസ് ഷെയറിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം, എക്കണോമിക് റിയാലിറ്റിയാണ് നമ്മൾ നോക്കേണ്ടത്, നോട്ട് ജസ്റ്റ് സ്ട്രിക്റ്റ് ലീഗൽ ഫോം. സോ ഒരു നിയമത്തിന് മുന്നിൽ നോക്കുന്ന സമയത്ത് ഇക്വിറ്റി എന്ന് പറയുന്നത് എന്താണ്, പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത് എന്താണ്, ഇത് ഇക്വിറ്റിയാണ് അല്ലേ. നമ്മളിത് ഇക്വിറ്റിയുടെ അണ്ടറിലല്ല കാണിക്കുക, നമ്മൾ എന്തിലാണ് കാണിക്കുക, നോൺ കറന്റ് ലയബിലിറ്റിയിലാണ് കാണിക്കുക. ദെൻ ബിസിനസ് എൻറ്റിറ്റി concept, this principle means that the financial accounting information is presented in the financial statement relating only to the activities of the business and not those of the owner. So business entity concept പ്രകാരം എൻ്റെ ബിസിനസ്, ഞാൻ ചെയ്യുന്ന ബിസിനസ് വേറെയാണ്, ഓണർ വേറെയാണ് അല്ലേ. സോ എൻ്റെ പേഴ്സണൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഒന്നും എന്തിൽ വരില്ല, ഞാൻ കമ്പനിയുടെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, കമ്പനി ആണെങ്കിലും സോൾ ട്രേഡർ ആണെങ്കിലും നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ എത്രത്തോളം പ്രാക്ടിക്കബിൾ ആയിട്ട് ഇത് ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. നമ്മൾ കമ്പനി ആവുന്ന സമയത്ത് സ്ട്രിക്ട്ലി ഈ ഒരു ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് നമ്മളിത് ഫോളോ ചെയ്തിട്ടുണ്ടാവണം. പാർട്ണർഷിപ്പ് ആൻഡ് അതേപോലെ നമ്മളുടെ കമ്പനീസിൻ്റെ ഫോംസിൽ. സോ ബിസിനസ് വേറെയാണ്, നമ്മളുടെ ഓണർ വേറെയാണ്. അതുകൊണ്ടാണ് നമ്മളുടെ ഇക്വിറ്റി എന്ന് പറഞ്ഞത് സെപ്പറേറ്റ് ചെയ്തിട്ട് കാണിക്കുന്നത് അല്ലേ. നമ്മൾ ഓണേഴ്സിന് നമ്മൾ ഇത്ര പൈസ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ബിസിനസ് അക്കൗണ്ട് ചെയ്യുന്നത്. Then accounting concept, going concern concept. Financial statements are prepared on the assumption that the entity is going concern and will continue to operate for foreseeable future. സോ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക ഗോയിങ് കൺസേൺ അസംഷനിലാണ്, വിച്ച് ക്യാൻ ബി കോൾഡ് നമ്മളുടെ ബിസിനസ് ഫോർസിയബിൾ ഫ്യൂച്ചറിലേക്ക് എന്ത് ചെയ്യും, ഓപ്പറേറ്റ് ചെയ്യും. ലെറ്റ്സ് സേ ഒരു 5 വർഷത്തേക്കൊന്നുമല്ല, അല്ലെങ്കിൽ ലെറ്റ്സ് സേ ഒരു 2 വർഷത്തേക്കൊന്നുമല്ല, ലെറ്റ്സ് സേ ഒരു 8 മാസത്തേക്കൊന്നുമല്ല നമ്മളുടെ ബിസിനസ് റൺ ചെയ്യുക. നമ്മളുടെ ബിസിനസ് ഫോർസിയബിൾ ഫ്യൂച്ചറിലേക്ക് റൺ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ നോൺ കറന്റ് ലയബിലിറ്റി ആൻഡ് കറന്റ് ലയബിലിറ്റി, അതേപോലെ നോൺ കറന്റ് അസറ്റ്, കറന്റ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മളെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ കാണിക്കാൻ കാരണം 12 മന്തിൽ കൂടുതലായിട്ട് നമ്മളുടെ ബിസിനസ് റൺ ചെയ്യും എന്ന് നമുക്ക് അറിയാം. അങ്ങനെ ഒരു അസംഷനിലാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ദി നോർമൽ എക്സ്പെക്ടേഷൻ ഈസ് ദാറ്റ് ബേസ്ഡ് ഓൺ ദി current knowledge and understanding of the business, it is reasonable to assure that the business will continue to operate for the next 12 months. So next 12 monthിലേക്കെങ്കിലും നമ്മളുടെ ബിസിനസ് റൺ ചെയ്യും എന്നുള്ള അസംഷനിലാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ദെൻ നെക്സ്റ്റ് അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്, വിച്ച് ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അക്രൂവൽ അക്കൗണ്ടിങ് ആണ് ചെയ്യുക, നോട്ട് ക്യാഷ് അക്കൗണ്ടിങ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ ബിസിനസ് ലെറ്റ്സ് സേ കറണ്ട് സിറ്റുവേഷനിൽ നമ്മൾ എന്ത് കണ്ടു, ബൈജൂസ് എന്ന് പറയുന്ന ഒരു കമ്പനി അല്ലേ. ബൈജൂസ് എന്ന് പറയുന്ന കമ്പനിയുടെ മേജർ റവന്യൂ എന്ന് പറയുന്നത് സ്റ്റുഡൻസ് എന്ത് ചെയ്യും,
സ്റ്റുഡൻസ് അവരുടെ പ്ലാൻസ് സബ്സ്ക്രൈബ് ചെയ്യും ഫോർ സബ്സ്ക്രിപ്ഷൻ ഫോർ ഒരു 1 year അല്ലേ. സോ 12 month ഒരു $1,000 ആണ് നമ്മളുടെ സബ്സ്ക്രിപ്ഷൻ വരുന്നത് എന്ന് വിചാരിക്കാം. സോ $1,000 12 monthലേക്കാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ക്യാഷ് അക്കൗണ്ടിങ് അല്ല ചെയ്യുന്നത്. ഇത് നമ്മളുടെ കസ്റ്റമേഴ്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് ഫുള്ളായിട്ട് ഇത് റവന്യൂ ആയിട്ട് കാണിക്കാൻ പറ്റില്ല. ഫുള്ളായിട്ട് നമ്മൾ റവന്യൂ ആയിട്ട് കാണിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, ക്യാഷ് അക്കൗണ്ടിങ് ആണ് ചെയ്യുന്നത്. നമ്മൾ ഏത് ടൈമിലാണോ നമുക്ക് ആ ഒരു റവന്യൂ ജനറേറ്റ് ആവുന്നത് ആ ഒരു ടൈമിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് നമ്മളുടെ റവന്യൂ ആയിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. ലെറ്റ്സ് സേ ഞാൻ എന്ത് ചെയ്തു, ഡിസംബറിലാണ് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് എൻ്റെ പ്ലാൻ എടുത്തിട്ടുള്ളത്. സോ ഡിസംബർ കഴിഞ്ഞു, ഡിസംബറാണ് എൻ്റെ ഫിനാൻഷ്യൽ ഇയർ ക്ലോസിങ്. സോ ഒരു മേ ബി കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമ്മൾ ഈ 1000 എന്നുള്ളത് 1200 ആക്കാം. ഓക്കെ, കാൽക്കുലേഷൻ ക്യാൻ ബി ഈസി. ഡിസംബർ 31 കഴിഞ്ഞു. സോ ഡിസംബർ 31 കഴിഞ്ഞിട്ട് ഞാൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുന്ന സമയത്ത് ഡിസംബർ 31 എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതെൻ്റെ ഫുൾ റവന്യൂ 1200 എൻ്റെ ഫുൾ റവന്യൂ ആണ് എന്ന് പറഞ്ഞിട്ട് എനിക്കിത് കാണിക്കാൻ പറ്റില്ല. എനിക്കിത് കാണിക്കാം ഒരു മാസം കഴിഞ്ഞു. ഒരു മാസം കഴിഞ്ഞതിന് ലെറ്റ്സ് സേ 1200 ഡിവൈഡ് ബൈ 1200 ആണ് ഒരു മാസത്തെ റവന്യൂ. സോ 100 റവന്യൂ എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. ബാക്കി വരുന്ന ഫിഗർ വിച്ച് മീൻസ് $1,100 എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനിൽ എന്ത് പറഞ്ഞിട്ട് കാണിക്കണം, കറണ്ട് ലാബിലിറ്റി എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. ക്ലിയർ? ഇതാണ് അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. സോ വിച്ച് ഈസ് സിമിലർ ടു ഇൻകം ആൻഡ് എക്സ്പെൻസ്. ഇൻകം ആണെങ്കിലും എക്സ്പെൻസ് ആണെങ്കിലും ഞാനിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഒരു ഫോമുല തന്നെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക, നോട്ട് ക്യാഷ് അക്കൗണ്ടിങ്. ഓക്കെ, ദെൻ പ്രൂഡൻസ് പ്രിൻസിപ്പിൾ. എന്താണ് പ്രൂഡൻസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഷുഡ് ബി എക്സസൈസ് പ്രൂഡൻസ് വെൻ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് and assets income should not be overstated whilst liabilities and expense should be understated. However, care must be exercised to be ensured that there is not deliberation misstatement of asset, liability and income and expenses as that would introduce bias into financial statement. So നമ്മളൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഷുഡ് ബി എക്സസൈസ് പ്രൂഡൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം നേരത്തെ സെയിം എക്സാമ്പിൾ തന്നെ എടുക്കുക. സോ നേരത്തെ സെയിം എക്സാമ്പിൾ നമ്മൾ എടുക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഇൻകം, ഞാൻ ക്യാഷ് ഒരു റവന്യൂ, എൻ്റെ സ്റ്റുഡൻറ്റ് എൻ്റെ കമ്പനിക്ക് ഒരു കസ്റ്റമർ എന്ന് പറയുന്നത് സ്റ്റുഡൻ്റ് ആണ്. സ്റ്റുഡൻറ്റ് 1200 എന്ത് ചെയ്തു, EMI പേ, EMI അല്ല, സബ്സ്ക്രിപ്ഷൻ പേ ചെയ്തു. സബ്സ്ക്രിപ്ഷൻ പേ ചെയ്ത സമയത്ത് തന്നെ ഞാൻ എന്ത് ചെയ്തു, 1200 ഞാൻ റവന്യൂ ആയിട്ട് ജനറേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. സോ റവന്യൂ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തു. ക്ലിയർ? റവന്യൂ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്താണ് ചെയ്യുന്നത്, എൻ്റെ ഇൻകം ഞാൻ എന്ത് ചെയ്തു, ഓവർ സ്റ്റേറ്റ് ചെയ്തിട്ട് കാണിച്ചു. ഞാൻ ആക്ച്വലി $100 ആയിരുന്നു കാണിക്കേണ്ടത്, അതിന് പകരം ഞാൻ എന്ത് ചെയ്തു, $1,200 ഇൻകം ആയിട്ട് കാണിച്ചു. ആൻഡ് അത് മാത്രമല്ല ഞാൻ കാണിച്ചിട്ടുള്ളത്, എൻ്റെ ലാബിലിറ്റി ഞാൻ എന്ത് ചെയ്തു, ഞാൻ $1,100 ഞാൻ എന്തായിട്ട് കാണിക്കേണ്ടതായിരുന്നു, എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനിൽ ഞാൻ ലാബിലിറ്റി ആയിട്ട് കാണിക്കേണ്ടതായിരുന്നു. സോ അത് ഞാൻ എന്ത് ചെയ്തു, അണ്ടർസ്റ്റേറ്റ് ചെയ്തിട്ട് കാണിച്ചു അല്ലേ. സോ ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസും കാര്യങ്ങളും വരുന്ന സമയത്ത് വി മസ്റ്റ് പ്രൂഡൻസ്. ഓക്കെ, അതാണ് പ്രൂഡൻസ് കൺസെപ്റ്റിൽ പറയുന്നത്. ഇൻകം അസറ്റും ഓവർ സ്റ്റേറ്റ് ചെയ്യാൻ പാടില്ല. ആൻഡ് വൈൽ ലയബിലിറ്റി ആൻഡ് എക്സ്പെൻസസ് ഷുഡ് നോട്ട് ബി അണ്ടർസ്റ്റേറ്റഡ്. ക്ലിയർ? ദെൻ കൺസിസ്റ്റൻസി സിമ്പിൾ ഒരു കൺസെപ്റ്റാണ്. യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നീഡ് ടു ബി ഏബിൾ ടു കമ്പയർ ദി ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് ദി എൻറ്റിറ്റി ഓവർ എ നമ്പർ ഓഫ് ഇയേഴ്സ്. Therefore, it is important that the presentation and classification of items in the financial statement is retained from one period to next period unless there is a change in circumstances or required of a new IFRS standard. So അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ എന്ത് ചെയ്തു, ലെറ്റ്സ് സേ ഇൻവെന്ററി, നമ്മൾ ഇൻവെന്ററി വാല്യൂ ചെയ്തിട്ടുള്ള, നമുക്ക് ഇൻവെന്ററിക്ക് വാല്യൂ ചെയ്യാൻ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇൻവെന്ററി വാല്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു,
നമ്മൾ ഇൻവെൻറ്ററി വാല്യൂ ചെയ്തു. ഇൻവെൻറ്ററി വാല്യൂ ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വേറൊരു വാല്യൂഷനിലാണ് നമ്മൾ വാല്യൂ ചെയ്തത്. നമുക്കിങ്ങനെ ഇഷ്ടമുള്ള പ്രകാരം നമുക്ക് മാറ്റി കളിക്കാൻ പറ്റില്ല. ഷുഡ് ബി കൺസിസ്റ്റൻറ്റ്. ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട് വേറെ ഫിനാൻഷ്യൽ ഇയറിലേക്ക് പോകുന്ന സമയത്ത് നമ്മളുടെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ കൺസിസ്റ്റൻ്റ് ആവണം എന്നുള്ളതാണ് കൺസിസ്റ്റൻസിയിൽ ഉദ്ദേശിക്കുന്നത്. സോ hope you all go with our chapters, and first chapter ആണ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ചാപ്റ്ററിൽ. ഇതാണ് നമ്മളുടെ ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്ററും നെക്സ്റ്റ് ചാപ്റ്ററും നമുക്ക് വരുന്നത് പ്യുവർലി ഒരു തിയറി ആണ്. നമ്മളുടെ നെക്സ്റ്റ് നോക്കുന്ന നമ്മളെ കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. നമ്മളുടെ IFRS ആൻഡ് IS സ്റ്റാൻഡേർഡ്, ISB എന്ന് പറഞ്ഞ ഫൗണ്ടേഷൻ അല്ലേ, അതിനെക്കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കും. എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കും. എങ്ങനെയാണ് ഒരു പുതിയ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് അമെൻഡ് ചെയ്യുന്നത്, ഓൾ ദിസ് സ്റ്റഫ്. ആൻഡ് ഇത് ഒരു പ്യൂർലി ഒരു തിയറി ചാപ്റ്റർ ആണ്. നമ്മളിത് കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാ ഏരിയയും കവർ ചെയ്തതിന് ശേഷം, വിച്ച് മീൻസ് 24 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, 22 ചാപ്റ്റേഴ്സാണ് നമുക്ക് വരുന്നത്. ബാക്കി വരുന്നത് നമ്മളുടെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെയാണ്. സോ ഈ 22 ചാപ്റ്റേഴ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം, ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിലോട്ട് പോകാൻ ശ്രമിക്കുക. സോ ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡബിൾ ആവും. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്നും കൂടി പെട്ടെന്ന് മനസ്സിലാവും. സോ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ട്, ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ചാപ്റ്ററിനായിരിക്കും ഞാൻ ഫസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. സോ ഈ ഒരു ചാപ്റ്റർ കാണുന്ന സമയത്ത് ഇത് മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സും കഴിഞ്ഞിട്ട് ഇതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യുക. സോ യു ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ദിസ് കൺസെപ്റ്റ് ആൻഡ് തിയറി. ഓക്കെ, സോ ഹോപ്പ് യു ഓൾ സ്റ്റഡി വെൽ. എല്ലാവരും നന്നായിട്ട് പഠിക്കണം. ഓക്കെ, താങ്ക് യു.